ബസ്സുകളെല്ലാം ഇങ്ങനെ ഓടും, പെട്രോൾ ചുമ്മാ വരൂലല്ല. അവർ ചിലപ്പോൾ ഒരാഴ്ച സൗജന്യമായിട്ട് കൊടുക്കുമായിരിക്കും, പിന്നീട് അതിന് പൈസ എടുക്കാതെ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ഇല്ലല്ല, നടപ്പിലാവാൻ സാധ്യത കുറവാണ്. ഇലക്ഷൻ എടുക്കാറാകുമ്പോൾ മാത്രം കേൾക്കുന്ന കുറച്ച് കുറച്ച് ന്യൂസുകളിലൊന്നാണിത് അല്ലേ? സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യമായിട്ടുള്ള യാത്ര. KSRTCയിൽ ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കിട്ടി തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അവർക്ക് ലോൺ പോലും കിട്ടിയിട്ടില്ല. ഞാൻ ലോണിൻ്റെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ ലോൺ പോലും കിട്ടത്തില്ല. കാരണം അവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സാലറി ഡേറ്റിനല്ല വരുന്നത്. ഓക്കെ, ഒരു സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും അവർക്ക് പ്രോപ്പറായിട്ട് ശമ്പളം വന്നുകൊണ്ടിരുന്നത് ഈ അടുത്താണ് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ അവർക്ക് ശമ്പളം ഒന്നും കറക്റ്റ് വരത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സൗജന്യമായിട്ട് യാത്ര, അതായത് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ, അതായത് തനിക്ക് വോട്ട് ബാങ്കിങ്ങിന് വേണ്ടിയുള്ള ഭരണം മാത്രമാണ് എല്ലാ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ? സൗജന്യമായിട്ട് കേരള സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ നമുക്ക് നൽകേണ്ട എന്തൊക്കെയാണ്? ആരോഗ്യ മേഖല നമ്മൾ പൂർണ്ണമായിട്ട് സൗജന്യമാക്കാനുള്ള കാര്യങ്ങൾ അത് ചെയ്യണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ ഗതാഗതം എളുപ്പമാക്കുക എന്നുള്ളതാണ്, ഗതാഗതം ഫ്രീ ആക്കുക എന്നുള്ളതല്ല. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു പൗരൻ നിലയിൽ നമുക്ക് കിട്ടേണ്ട ധാർമ്മികമായിട്ടുള്ള അവകാശങ്ങളെ ഞങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ല എല്ലാം ഫ്രീ ആക്കുക എന്നുള്ളതല്ല. ഓരോ സർക്കാർ കാലാകാലങ്ങളിൽ കയറി ഫ്രീ ആക്കിയതിൻ്റെ ഫലം നമ്മൾ 10 ഇരട്ടി തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. 70-50 പെട്രോൾ അടിച്ചൊരു സ്ഥാനത്ത് ഒരു 10 വർഷത്തെ ഇടയ്ക്ക് കൂടിയിരിക്കുന്നത് 100 രൂപയാണ്. 100 രൂപ ഡെയിലി പെട്രോൾ അടിക്കുന്ന ഒരാൾക്ക് 3000 രൂപ എണ്ണയ്ക്ക് തന്നെ ആകേണ്ടി വരുന്നുണ്ട്. നമ്മളതൊന്നും അറിയുന്നില്ല. ഫ്രീ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് പുറകെ ഓടാൻ നേരത്ത് ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞ് അതിൻ്റെ 10 മടങ്ങ് തിരിച്ചു മേടിക്കുന്നുണ്ട്, എല്ലാ സർക്കാരായാലും. കാരണം ഞാൻ പറഞ്ഞില്ല, നിരന്തരമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ വസ്തുക്കൾക്കും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതും പോരാണ്ട് ഞാൻ പറഞ്ഞില്ല, എല്ലാ വസ്തുക്കൾക്കും ടാക്സ് അടയ്ക്കുന്ന പോരാണ്ട് തന്നെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളിലൊന്നാണ് പെട്രോൾ, അതിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഈ പൈസ ഗവൺമെൻറ് എടുത്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അത് നമ്മുടെ നിന്ന് ഇരിക്കുന്ന നികുതിപ്പണം തന്നെയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ഈ ഫ്രീയുടെ പുറകെ ഗവൺമെൻറ് അല്ലെങ്കിൽ ജനങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോണ ഇതിനേക്കാളും വലിയ ഭീകരമായിട്ടുള്ള ഒരു ഇതായിരിക്കും വരാൻ പോകുന്നത്.